ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റോണ്ടർ മൂവി വീഡിയോ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് ഗുഡ് ബാഡ് അഗ്ലി. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അജിത് കുമാർ, അർജുൻ ദാസ്, ബഷീർ, കാർത്തികേയ ദേവ്, പ്രകാശ് വാര്യർ, ജാക്കി ഷ്രോഫ്, KGF അവിനാശി, തെനു ആനന്ദ്, പ്രസന്ന, സുനിൽ, പ്രഭു, രാഹുൽ ദേവ്, റിഡിൻ കിൻസ്ലി, യോഗി ബാബു, ഡോൺലി, പിന്നെ നമ്മുടെ ജോൺവിക്കാണ്, പിന്നെ നമ്മുടെ മണികേസിലെ പ്രൊഫസറാണ്. അത് കേട്ടോ, അത് വിടുമെന്ന് ഞാൻ പറയുള്ളൂ. പടം ഉണ്ടായിരിക്കുന്ന ആദിക് രവിചന്ദ്രനാണ്. മീൻസ് ഒരു അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു പടം അതൊക്കെയല്ല ഞാൻ കണ്ടിട്ടുള്ളതാണ്. മീൻസ് ദൃശ്യകല എന്താ ഇതായിരുന്നു ബഗീര, മീൻസ് പ്രഭുദേവ, പിന്നെ മാർക്ക് ആൻ്റണി, ഇങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് എന്താ വേണ്ടി വരും, അതുകൊണ്ട് നമ്മൾ പറയണില്ല. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് JV പ്രകാശ് കുമാറാണ്. പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പടത്തിൻ്റെ പെർഫോമൻസ് വൈസ് അത്യാവശ്യം നല്ല സിനിമയാണ്. ആദ്യം തൊട്ട് ഞാൻ വരെ അത്യാവശ്യം സൂപ്പർ മൂവിയാണ്. പിന്നെ റൈറ്റിംഗ് കാർഡ്, ആദ്യത്തിൻ്റെ റൈറ്റിംഗ് കാർഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ മസ്റ്റ് വാച്ച് മൂവി. പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഗ്യാങ്സ്റ്റർ കോപ്പ് സിനിമയുടെ റീമേക്കാണ്. അല്ല, ഇത് വേറെ സ്റ്റോറിയാണ്. യാതൊരു ഒരു ബന്ധവുമില്ല. പിന്നെ ഫ്ലാഷ് ബാക്കൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ കാർ ചേസസ് അത്യാവശ്യം നൈസാണ്. പിന്നെ ഒരുപാട് അജിത്ത് പടങ്ങളുടെ റെഫറൻസ് ഉണ്ട്. സംഭവം കറക്റ്റ് പറഞ്ഞ ഫാൻ ബോയ്സ് സാധനമാണ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ലൂസിഫറിൻ്റെ പോലെ തന്ന ലൂസിഫറിൽ മറ്റേ ഗോവിനെ കൊല്ലണമെങ്കിൽ ഇതിൽ അർജുൻ ദാസിനെ കൊല്ലും. അർജുൻ ദാസ് ഡബിളാണ്. പിന്നെ ബെട്രയൽസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന സുപ്രീം സുന്ദറാട്ട ആ ജാങ്ങേരി മര്യാദ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് എല്ലാവരുടെ പിന്നെ ഒരു ഹൈലൈറ്റ് ഉള്ളൊരു കാര്യമുണ്ട് ഇതിൽ. എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ മറ്റേ ഫ്ലാഷ് ബാക്കിലെ ലുക്ക് ക്ലീൻ ഷേവാണ്. ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. സത്യമായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം രാജ്യത്തൊക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ മ്യൂസിക് വരെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് മറ്റേ ഫ്ലാഷ് ബാക്കിൽ. അതുകൊണ്ട് അത്യാവശ്യം നൈസാണ് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ പാട്ട് മ്യൂസിക് ഒക്കെ അത്യാവശ്യം നൈസാണ്. പിന്നെ കാർത്തികേയ ദേവ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രഭു ആണെങ്കിലും പ്രസന്ന ഒരുപാട് ആശിഷമാണ് ഇനി പറയുന്നത്. അതുകൊണ്ട് അങ്ങനൊക്കെ ഒരു കംബാക്കാണ്. പിന്നെ എനിക്ക് വിടാൻ വളരെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത് എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പറയരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേട്ടെ, എന്തായാലും കണ്ടത് അത്യാവശ്യം സൂപ്പർ മൂവിയാണ്. ഇറ്റ്സ് എ തിയേറ്റർ മച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. പ്ലീസ് വാച്ച് ഓൺ തിയേറ്റേഴ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്യുക.
പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോറി, ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഇതിൽ സിമ്രാൻ ഉണ്ട് ഗെയിമിൽ വിട്ട്. അത് അത്യാവശ്യം നൈസായിട്ട് കോമഡിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ പടത്തിൽ അജിത്തിന് മാത്രമല്ല പ്രാധാന്യം കൊടുത്തിരുന്ന മറ്റുള്ള ക്യാരക്ടേഴ്സിനും ഫൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നൈസാണ്. വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓളെന്ന് പറയുന്ന വെച്ചിട്ടുണ്ട്, അത് ഒന്നാമത്തെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ടാറ്റ ബൈ ബൈ ഡെൽറ്റ ഉസ്കസ്.